ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതായ ഒരു മഹത് വ്യക്തി. ഭാഗവതം മുഴുവനും കാണാ പാഠം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അടക്കം. അദ്ദേഹത്തിൻ്റെ വായനാ രീതി നമുക്കറിയാം. അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പറയാറുണ്ട്, തുഞ്ചി, ഭാഗവതത്തിന് പ്രധാനം വായന തന്നെയാണ്, പാരായണമാണ്. കീർത്തന സ്വരൂപമാണോ മന്ത്രസ്വരൂപമാണോ ശ്രീമദ് ഭാഗവതം എന്ന് അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിരവധി വേദികളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിരവധി സത്രവേദികളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ അവസാനം കൂടിയത് ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് വച്ചിട്ടാണ്. ഒരു രുക്മിണി സ്വംവര സമയത്ത് യാദൃച്ഛികമായിട്ട് അദ്ദേഹം അവിടെ വന്നുവിടുകയാണ്. ഞാൻ അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ടെന്ന്. അപ്പോൾ ഒരുമിച്ച് കൂടി ശ്രീമദ് ഭാഗവത പുരാണങ്ങളിലൂടെ പോകുമ്പോൾ അദ്ദേഹം താനിവിടെ ഉണ്ടായിരുന്നോ, വരൂ എന്ന് സ്നേഹത്തോട് വിളിച്ച് അടുത്തിരുന്ന് വായിപ്പിച്ചതായ ഒരു ചരിത്രം ചോറ്റാനിക്കരമ്മയുടെ അകത്തെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ നാരായണേട്ടനായാലും ശങ്കരനേട്ടനായാലും കേശവേട്ടനായാലും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഒരു കുടുംബം മുഴുവനും ഭാഗവത കുടുംബം തന്നെയാണ്. ഭാഗവത സ്വരൂപിയായിരിക്കുന്നതായ പെരുമ്പള്ളി കുടുംബം. നമുക്കറിയാം, നാരായണേട്ടനായാലും കേശവേട്ടനായാലും അനിയന്മാരോ ആയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഗവതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണെന്നർത്ഥം. അപ്പോൾ എപ്പോൾ വരണം എപ്പോൾ പോകണം എന്നൊക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്, ആരായാലും. അപ്പോൾ ഇത്രയും കാലം ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ അദ്ദേഹം ജീവിച്ചിരുന്നതിന് മഹാത്ഭുതമാണ്. കാരണം സന്യാസി തുല്യമായ ജീവിതം, ലളിതമായ സംസാര രീതി, അത്യാവശ്യത്തിന് മാത്രം വാക്കുകളെ കൊണ്ട് പറയുന്നതായ. അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ണു നിറയാതിരിക്കാൻ വയ്യ. കാരണം നിരവധി എത്രയോ പേര് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊക്കെ മുന്നോടിയായും എനിക്ക് ശേഷവും ധാരാളം പേരെ അടുത്ത് വിളിച്ചിരുന്ന് ഭാഗവതം പഠിപ്പിച്ചതായ കേശവേട്ടൻ. അപ്പം സംശയമൊന്നുമില്ല, ഭാഗവത സ്വരൂപിയായ കേശവനിൽ തന്നെ ലയിച്ചിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. ഭാഗവത സ്വരൂപിയായ ഭഗവാനിൽ തന്നെ. എനിക്ക് ദേഷ്യമുണ്ട് കേട്ടോ, എനിക്ക് ദേഷ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പ്രഭാഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ സംവാദങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടി വരും. സംസാര രീതിയും അല്പം ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. പക്ഷേ പെരുമ്പള്ളി കേശവനേട്ടനെ സംബന്ധിച്ചോളം ഇത്രേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ ആയിക്കോട്ടെ, ഇന്ന രീതിയിൽ വേണം കേട്ടോ എന്ന് പറഞ്ഞു തരുന്നതായ ഒരു ഗുരുനാഥൻ വളരെ ചുരുക്കമാണ്. എത്രയോ ഗുരുനാഥന്മാരുടെ കൂടെ പരമ്പരകളായിട്ട് നമുക്കറിയാം. വള്ളിയൂർ തിരുമേനി മുതൽ പെരുമ്പള്ളി കേശവേട്ടൻ മുതൽ വളരെ അടുത്ത സുഹൃത്തും കൃഷ്ണപ്പൻ എന്ന് വിളിക്കുന്നതായ എൻ്റെ അടുത്ത ബന്ധുവും കൂടിയായ, ഒന്നും പറയാനില്ല, ഒരു സുഹൃത്തും കൂടിയായ മണിമണി കൃഷ്ണേട്ടൻ. പിന്നെയോ ഭാഗവത പ്രദീപം ചന്ദ്രവന ഗോവിന്ദൻ നമ്പൂതിരി രണ്ടർത്ഥത്തിലും അമ്മാവനുമാണ്, വൈഫിൻ്റെ അച്ഛനുമാണ്. അപ്പം ചരിത്രങ്ങളിലൂടെ പോകുമ്പോൾ നിരവധി സത്രവേദികളിൽ തിളങ്ങിയിരുന്നതായ പെരുമ്പള്ളി കേശവേട്ടൻ. അപ്പോൾ നമുക്കറിയാം, ഒരു ചിത്രീകരണത്തിലൂടെ ഗുരുവായൂർ കേശവൻ ഭഗവാനിൽ ലയിച്ചതാണ്. ഏകാദശി ദ്വാദശിയാണ് ദിവസം. അപ്പോൾ ഒരാനയായിരുന്നിട്ട് പോലും ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ഭഗവാൻ മോക്ഷം നൽകാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് ദ്വാദശി ദിവസം വളരെ നല്ല ദിവസമാണ്. ഇന്നലെ ഏകാദശിയും ദ്വാദശി ദിവസം. ദ്വാദശിയിൽ മോക്ഷം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മമില്ല, നസ പുനരാവർത്തത്തെ. ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ഗുരുവായൂർ കേശവനും അങ്ങനെയല്ലായിരുന്നു. ഭഗവാന്റെ നടയിൽ പോയി നമസ്കരിച്ച്. അപ്പോൾ കേശവേട്ട ഒന്ന് മാത്രം നിറയെ കണ്ണുകളോടെ പറയുകയാണ്, ദ്വാദശി ദിവസം ഗുരുവായൂരപ്പനിൽ ലയിച്ചതായ അദ്ദേഹം. അതിന് നിസാര പുണ്യം പോരാന്നർത്ഥം. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം തീരുമ്പോഴാണ് പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്.
അത് പോകുമ്പോൾ എന്തായിത്തീരണം? മാനസികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടുള്ളതായ ദോഷങ്ങൾ മുഴുവൻ മാറ്റി, കറകൾ മുഴുവൻ മാറ്റി ഭഗവാനായി തീർന്ന് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണം. വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭഗവാനെ ലേക്ക് ലയിക്കുക എന്നുള്ളത്. ദ്വാദശി ദിവസം വെളുപ്പിന്, ഏകാദശി കഴിഞ്ഞ നാഴിക എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാൽ പോലും ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ അംബരീഷ ചരിതം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പെരുമ്പള്ളി കേശവേട്ടൻ. അപ്പോൾ തൽഭക്തേഷു സർവാർത്ഥം ഭൂതേഷു ജയാൻ വരാം. അങ്ങനെ തൽഭക്തേഷുള്ള ഭാഗവതായി തീർന്നതായ അദ്ദേഹം ഏത് ചരിത്രത്തിലൂടെ ഭാഗവതത്തിലൂടെ പോയതായാലും നമുക്കറിയാം, സൗഹാർദ്ദം ഭക്തേഷു ഭൂതേഷു ജയാൻ വരാം. എല്ലാ ഭക്തന്മാരും സൗഹൃദപരമായ രീതിയിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്നതായ ഒരു 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 എന്താ പറയുന്ന, ആരെ കണ്ടാലും എന്താ പറയുന്ന അനുഗ്രഹിക്കുന്നതായ ഒരു പെരുമ്പള്ളി കേശവേട്ടൻ്റെ വിയോഗം. ഭൂതേഷു ജയാൻ വരാം. അദ്ദേഹം ഉച്ചയ്ക്ക് പോകും, സാത്വികമായിട്ട് വിളിച്ച് ഒരു കാക്ക വന്നു കഴിഞ്ഞാൽ അതിന് ചോറ് കൊടുക്കും, കാണാറുണ്ട് പലപ്പോഴും സത്രവേദികളിലൊക്കെ. അപ്പോൾ തന്നെ പോലെ നെയ്ഞ്ഞൊരു കാരുണ്യമാരാനിധി എന്നുള്ളതായ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപമായി തീർന്നവർക്ക് ഒരു മോക്ഷം നൽകിയെങ്കിൽ സംശയമൊന്നുമില്ല. ഇത് ഈശ്വര സ്വരൂപം തന്നെയാണ്, അതാ ഒരു അവതാരം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭാഗവതത്തെ മുന്നിലിരുത്തിക്കൊണ്ട്, ഭാഗവതത്തിൻ്റെ ഓരോ ശ്ലോകങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ഭാഗവതത്തെ സ്നേഹിച്ചുകൊണ്ട്, ഭാഗവതത്തെ ഓരോ കുട്ടികളെയും ഇരുത്തിയ ചിലപ്പോൾ 2 കൊട്ടൊക്കെ തന്ന്, അങ്ങനെ അല്ലടോ അവിടെ പിരിക്കണ്ടേന്ന് പറഞ്ഞ് എല്ലാവരെയും അടുത്തിരുത്തി മുഖദാവിൽ ഭാഗവതം പഠിപ്പിച്ച ഒരേ ഒരു ആചാര്യൻ ഈ കാലത്തുണ്ടെങ്കിൽ അത് പെരുമ്പള്ളി കേശവൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യമൊക്കെ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, എനിക്കും ദേഷ്യമുണ്ട്. അപ്പോൾ ദേഷ്യം എന്നുള്ളൊരു വികാരമില്ലാതെ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതായ അമേരിക്ക, മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ അദ്ദേഹം പോകാറുണ്ട്. അപ്പോഴും എന്താണ്, കുളിച്ച് ശുദ്ധമായി, മുങ്ങിക്കുളിച്ച് ശുദ്ധമായി ആ ഒരു ചെറിയൊരു ഭസ്മക്രീം, ചിലപ്പോൾ ഡബിളാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡബിൾ ഒരൊറ്റമുണ്ട്, ഒരു 2-ാം മുണ്ട് ആണോ എന്ന് വെച്ചാൽ ഒരു തോർത്ത്, അത്രേ ഉള്ളൂ. നിരവധി സത്രവേദികളടക്കം ബാക്കിയുള്ളവർക്ക് വലിയ ഭസ്മമൊക്കെ തൊട്ട് ധാരാളം മാലകൾ ചാർത്തി എന്തോരം അലങ്കാരങ്ങളാണ് പല ആചാര്യന്മാർക്കും ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും അതുപോലെ തന്നെ കയ്യിൽ ഒക്കെ എത്ര അധർമ്മ ചതുർവിധ ശ്രീയസൂന, എത്ര അധർമ്മ ചതുർവിധ സ്ത്രീകളിൽ ഒക്കെ അധർമ്മങ്ങൾ ഉണ്ടാവും, സ്വർണത്തിലൊക്കെ അധർമ്മങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നവർ തന്നെയാണ് ഇത്രയും അലങ്കാരകരമായിട്ട് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നും വളരെ സിമ്പിളായി ലളിതമായ ജീവിതം, ലളിതമായ വസ്ത്രധാരണ രീതി, ചിലപ്പോൾ ഒരു രുദ്രാക്ഷമാല കണ്ടേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സമ്മാനിച്ചതായ പളിങ്കിൻ്റെ മാല കണ്ടേക്കാം. അല്ലാതെ പെരുമ്പള്ളി കേശവേട്ടനെ ഇന്നുവരെ സ്വർണ്ണമാലകളോട് അലങ്കരിച്ചതായോ അല്ലെങ്കിൽ കയ്യിൽ നിറച്ച് മോതിരങ്ങളായോ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഭാഗവതം പറയുന്ന പോലെ ജീവിച്ച് ഭാഗവതത്തിൽ ലയിച്ചതായ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കൂടുതൽ വാക്കുകൾ പറയാനില്ല. കാരണം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേൾക്കുന്ന ഭാഗവതത്തിൻ്റെ മുന്നിൽ ഒരു ദിവസമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തിരുത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തിരുത്തി വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് ആയിരക്കണക്കിന് വേദികളിലും ധൈര്യമായിട്ട് താൻ പറയണോ, താനാണ് ഈ കഥ പറയുന്നത്, സുഞ്ചിയാണ് പറയുന്നത്, മാങ്കുളമാണ് ഇനി പറയുന്ന കഥ എന്ന് പറയുന്നത്, ബാക്കിയുള്ളവരുടെ എഴുന്നേറ്റ് പോകും. ഇദ്ദേഹം അടുത്തിരുത്തി കഥ പറയിപ്പിച്ച പല രംഗങ്ങളിലും സത്രവേദികളടക്കം ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ധൈര്യം തന്നുകൊണ്ട് ഭാഗവതത്തെ സ്നേഹിക്കാനും ഭഗവാനെ സ്നേഹിക്കാനും ഞങ്ങളെപ്പോലുള്ളതായ കുഞ്ഞു കുട്ടികളെ ഇച്ഛ വെച്ച് നടത്തിച്ച് ഭാഗവതത്തെ സ്നേഹിക്കാൻ അവസരം നൽകിയ തീരാ നഷ്ടം തന്നെയാണ്. ഇത് കേൾക്കുന്ന ആരായാലും ഭാഗവതത്തെ ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പോയേ എന്നൊരു ചോദ്യം അവശേഷിക്കുമ്പോൾ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമായ ദിവസം, ഏകാദശി ദ്വാദശി നാഴികകളിൽ വിശ്വത്തിൽ പൂജ യഥോ അപ്രാപ്യ നിവർത്തന്റെ വാചശ്ച മനസ
സഹ. അത് ഭാഗവതമായാലും പെരുമ്പിള്ളി കേശവേട്ടനായാലും ഭാഗവതത്തെ ആയാലും സത്യം തന്നെയാണ്. ഏതോ അപ്രാപ്യ നിവർത്തൻ്റെ വാചസ്ഥ മനസ്സാസക. എവിടെയാണോ മൗനം ചെന്നെത്തി നിൽക്കുന്ന ആ വിശ്വപ്രേമത്തിൻ്റെ പാദങ്ങളിൽ ഇന്നത്തെ കേശവേട്ടൻ്റെ പാദങ്ങളിൽ ഇന്നത്തെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.